അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജൂബിലി വർഷമായ 2025 ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് ഈ ദിനാചരണത്തിന്റെ വിചിന്തന പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വർഷവും ദൈവമാതാവിന്റെ തിരുനാൾ ദിനമായ ജനുവരി 1 ആഗോള കത്തോലിക്ക സഭ ലോക സമാധാന ദിനമായി ആചരിക്കുന്നത്. 2025 ജൂബിലി വർഷത്തിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ വത്തിക്കാനിലെത്താനിരിക്കെ വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനെ ആധുനിക രീതിയിൽ വിഭാവനം ചെയ്ത പ്രസരണ വാഹനം നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘാടന വത്തിക്കാനെ സമ്മാനിച്ചു. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യവുമായി ലോകം മുഴുവനിലും 2025 ജൂബിലി വർഷം ആഘോഷിക്കപ്പെടുമ്പോൾ വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാണ് ആധുനിക രീതിയിൽ വിഭാവനം ചെയ്ത പ്രസരണ വാഹനം നൈറ്റ്സ് ഓഫ് കൊളംബസ് വത്തിക്കാനെ സമ്മാനിച്ചിരിക്കുന്നത്. തിരുസഭ ചരിത്രത്തിൽ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭ എന്ന ഖ്യാതിയോടെ കാർലോ അക്യൂട്ടിസിനെ 2025 ഏപ്രിൽ അവസാന വാരത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനിരിക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാർലോയുടെ മൃതകുടീരത്തിൽ എത്തിയത് 9 ലക്ഷം പേർ. സെന്റ് മേരി മേജർ ദേവാലയത്തിലെ സാങ്ച്വറി ഓഫ് സ്പോളിയേഷൻ ഭാഗമായ അസീസിയിലെ രൂപത അധ്യക്ഷൻ ഡൊമിനിക്കോ സൊറാന്റിനോ എഴുതിയ കാർലോ അക്യൂട്ടിസ് ഇൻ ദ ഫുട് സ്റ്റെപ്പ് ഓഫ് ഫ്രാൻസിസ്കോ ആൻഡ് ക്ലെയർ ഓഫ് അസീസി എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നിക്കരാഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യ റൊസാരിയോ മുറില്ലോയുടെയും സർക്കാർ കഴിഞ്ഞ മാസം പുറത്താക്കിയ നിക്കരാഗ്വൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ബിഷപ്പ് കാർലോസ് എൻറിക് ഹെരേര ഗുട്രസ് ഗ്വാട്ടിമാലയിൽ നിന്നും നിക്കരാഗ്വയിലെ ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഗ്വാട്ടിമാലയിലെ കത്തീഡ്രലിൽ ആഘോഷിച്ച 2025 ജൂബിലിയുടെ ഉദ്ഘാടന വിശുദ്ധ കുർബാനയുടെ അവസാനത്തിലാണ് ബിഷപ്പ് ഈ പ്രാർത്ഥന നടത്തിയത്. ലോകത്തിന്റെ പ്രതീക്ഷ സാഹോദര്യത്തിലാണെന്ന് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. പുതുവർഷത്തിൽ എല്ലാ കത്തോലിക്കരും സാഹോദര്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സാഹോദര്യത്തിന്റെയും പ്രത്യാശയുടെയും പാതയിൽ ഒരുമിച്ച് മുന്നേറാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.